നമഃശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അമ്മ പറഞ്ഞ കഥയും കാര്യവും. ഒരു ഭക്തന് തൻ്റെ പ്രേമഭാജനമായ ഈശ്വരനെ സദാ ഓർക്കാൻ കഴിയുന്നത് പുണ്യം തന്നെ. പക്ഷെ ഈശ്വരൻ ആ ഭക്തനെ ഓർക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? അമ്മ പറഞ്ഞിട്ടുള്ളൊരു കഥ കേട്ട് നോക്കാം നമുക്ക്. ഒരിക്കൽ പൂർണ്ണചന്ദ്രൻ വിളങ്ങി നിൽക്കുന്ന ഒരു വസന്തരാവിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഗോപികമാരോടൊത്ത് നൃത്തമാടാൻ വൃന്ദാവനിയിൽ വന്നു. സൂര്യൻ ഉദിക്കും വരെ നൃത്തം ചെയ്തു തളർന്നപ്പോൾ ഭഗവാൻ നടുവിലും ചുറ്റിലും ഗോപികമാരും ആ പൂങ്കാവനത്തിൽ ഇരുന്നു. ഒരു ഗോപിക മെല്ലെ ആ ഗോപബാലനോട് ചോദിച്ചു, അല്ലയോ ഭഗവാനെ, ഈ വൃന്ദാവനത്തിൽ എത്രയോ സുഗന്ധ പുഷ്പങ്ങളുണ്ട്. പക്ഷെ ഈ താമരയും തുളസിയും അങ്ങേക്ക് പ്രിയമുള്ളതായി തീരാൻ കാരണം എന്താണ്? പുഞ്ചിരി തൂകിക്കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, ഗോപികളെ, ഇവ രണ്ടും വെറും സാധാരണ പുഷ്പങ്ങളല്ല. അവ ആത്മാർപ്പണത്തിൻ്റെ പ്രതീകങ്ങളാണ്. അതെങ്ങനെയാണ് കൃഷ്ണ ഇവ ആത്മാർപ്പണത്തിൻ്റെ പ്രതീകങ്ങളാകുന്നത്? ആ കഥ കേട്ടുകൊള്ളുക എന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാൻ താമരയുടെയും തുളസിയുടെയും കഥ പറഞ്ഞു തുടങ്ങി. ഒരിക്കൽ ഒരു മണ്ണാങ്കട്ടയും കരിയിലും ഒളിച്ചും പാത്തും കളിക്കുകയായിരുന്നു. അന്നേരം ആ വഴി ഒരു മുല്ലപ്പൂ കാറ്റത്തു പാറിപ്പറന്നു വന്നു. കളി നിർത്തി അവരതിനോട് ചോദിച്ചു, എവിടേക്കാ പൂവേ ഇത്ര ധൃതിയിൽ പോകുന്നത്? അപ്പോൾ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്നായി മുല്ല. ഭഗവാൻ കൃഷ്ണൻ ഇതുവഴി വരുന്നുണ്ടേ. ആ പാതയിൽ കിടന്നെങ്ങാനും ഭഗവാന്റെ പാദസ്പർശമേറ്റാൽ അതും മതി മോക്ഷം കിട്ടാൻ. അതിനു വേണ്ടിയാണ് ഞാൻ പോകുന്നത്. മണ്ണാങ്കട്ടിയും കരിയിലും പരസ്പരം നോക്കി നെടുവീർപ്പിട്ടു. നമ്മൾക്കും പോയി കണ്ണൻ വരും വഴിയിൽ കിടന്നാലോ? ആർക്കറിയാം ഇനിയൊരവസരം ഇങ്ങനെ ഉണ്ടാകുമോ എന്ന് പോലും. ഇരുവരും വേഗം തന്നെ ഭഗവാൻ വരും വഴിയിൽ ഇടം പിടിച്ചു. പക്ഷെ പെട്ടെന്നു തന്നെ ഒരു ഗോപിക ചൂലുമായി വന്ന് ആ കരിയിലെ വഴിയരികത്തേക്ക് തൂത്തു മാറ്റിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഈ വഴി അടിച്ചു വാരി വൃത്തിയാക്കിയതേയുള്ളൂ. നോക്കൂ, അപ്പോൾ തന്നെ ഒരു കരിയില വീണ് കിടക്കുന്നു. മറ്റൊരു ഗോപിക മണ്ണാങ്കട്ടയെയും തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു, ഇതെവിടെന്നാ ഈ ചെളിക്കട്ട വന്ന് വഴിയിൽ കിടക്കുന്നത്? പാവം മണ്ണാങ്കട്ടയും കരിയിലയും, അവരെന്തു ചെയ്യും? ആരോട് പറയും ഈ ദുഃഖം? ഭഗവാൻ മാത്രമാണ് അവർക്ക് ആശ്രയം. എന്നാൽ അദ്ദേഹത്തിന് ഒരു നോക്ക് കാണാൻ കൂടി കഴിഞ്ഞില്ലെങ്കിൽ ഇനി ആരോട് സഹായം ചോദിക്കും? വാടിയ മുഖത്തോടെ മണ്ണാങ്കട്ട പറഞ്ഞു, ആർക്കും നമ്മളെ വേണ്ട ചങ്ങാതി. നമ്മളെ എല്ലാവരും അഴുക്കായി ഉപയോഗമില്ലാതായും മാത്രം കാണുന്നു. ഭൂമിക്കൊരു ഭാരമായി ഇങ്ങനെ ജീവിച്ചിരിക്കുന്നതിൽ എന്തർത്ഥം? നമുക്ക് ഈ ജന്മം അവസാനിപ്പിക്കാം. അടുത്ത ജന്മം വല്ല പൂവോ അതോ കണ്ണൻ്റെ പാതയിൽ കിടക്കുന്ന ഒരു തരി മണ്ണോ ആയി മാറാൻ കഴിഞ്ഞാൽ എത്രയോ നന്നായേനെ. എന്നാൽ കരിയില അതിനെ എതിർത്തു പറഞ്ഞു, നമ്മുടെ കർമ്മം കൊണ്ട് തന്നെയായിരിക്കാം നമ്മൾക്ക് ഈ ജന്മം ലഭിച്ചത്. എന്നിരുന്നാലും ഭഗവൻ നാമം കേൾക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായല്ലോ. ഒരുപക്ഷെ ഈ ജീവിതം നമ്മൾ അവസാനിപ്പിച്ചാൽ ആ ദുഷ്കർമ്മ ഫലം കൊണ്ട് അടുത്ത ജന്മത്തിൽ ഭഗവാനെ കുറിച്ച് കേൾക്കാൻ കൂടി സാധിച്ചില്ലെങ്കിലോ? അതുകൊണ്ട് ഈശ്വരൻ വരദാനമായി തന്ന ഈ ജന്മം ആർക്കെങ്കിലും പ്രയോജനപ്പെടും രീതിയിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയെങ്കിൽ അടുത്ത ജന്മമെങ്കിലും നല്ല ജന്മം കിട്ടിയാലോ? ഇങ്ങനെ മണ്ണാങ്കട്ടിയും കരിയിലും ദുഃഖങ്ങൾ പങ്കിട്ടുകൊണ്ടിരിക്കവേ നേരം ഉച്ചയായി. സൂര്യൻ കത്തിജ്വലിച്ചു. പെട്ടെന്നാണ് അവർ ഒരു കരച്ചിൽ കേട്ടത്. ചുറ്റും നോക്കിയപ്പോൾ ഒരു കുഞ്ഞു കറുത്ത വിത്തായിരുന്നത്. മണ്ണാങ്കട്ട ചോദിച്ചു, താൻ ആരാണ്? എന്തിനാണ് കരയുന്നത്? വിത്ത് മറുപടി പറഞ്ഞു, ഞാനൊരു താമര വിത്താണ്. ഈ കൊടും ചൂട് കാരണം ഞാൻ മരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ഒരാൾ എന്നെ ഉന്തിത്തള്ളി ഏതെങ്കിലും ജലാശയത്തിൽ ഇട്ടിരുന്നേൽ ഞാൻ രക്ഷപ്പെട്ടേനെ. ഇത് കേട്ട് ഒരു നിമിഷം ചിന്തിച്ച് മണ്ണാങ്കട്ട പറഞ്ഞു, വെള്ളത്തിൽ തൊട്ടാൽ തന്നെ ഞാൻ അലിഞ്ഞില്ലാതായി പോകും. പക്ഷേ അത് സാരമില്ല, നിന്റെ ജീവൻ രക്ഷിക്കാമല്ലോ. ഞാൻ കാരണം എന്തെങ്കിലും ഒരു പ്രയോജനം ലോകത്തിനുണ്ടാകട്ടടോ.
ഇതും പറഞ്ഞ് വിത്തിന്റെ മറുപടിക്കൊന്നും കാത്തു നിൽക്കാതെ മണ്ണാങ്കട്ട ചാടിക്കയറി ആ വിത്തിനെ പൊതിഞ്ഞു. എന്നിട്ട് ഉരുണ്ടുരുണ്ട് അടുത്തുള്ള ഒരു കുളത്തിലേക്ക് പോയി. തൻ്റെ ഉച്ചമിത്രം കൂടി പോയതോടുകൂടി കരിയിലൂടെ ദുഃഖം ഇരട്ടിച്ചു. പെട്ടെന്നാണ് മറ്റൊരടക്കി പിടിച്ച തേങ്ങൽ കേട്ടത്. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കണ്ടത് ഒരു കടുകുമണിയോളം പോന്ന മറ്റൊരു വിത്തായിരുന്നു അത്. എന്തിനാണ് കരയുന്നത്? ഇല ചോദിച്ചു. ഞാനൊരു തുളസി വിത്താണേ. ഈ കൊടും ചൂടിൽ ഞാൻ കത്തിക്കരിഞ്ഞു പോകുന്നു. ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയായിരുന്നു, എന്തെങ്കിലും ഒരു തണൽ തരണേ എന്ന്. വിത്ത് മറുപടി പറഞ്ഞു. നീ പേടിക്കണ്ട, എന്തെങ്കിലും ഒരു പ്രയോജനം എന്നെ കൊണ്ട് നിനക്കുണ്ടാവട്ടെ എന്ന് പറഞ്ഞ് കരിയില ആ വിത്തിനെ സൂര്യതാപത്തിൽ നിന്ന് മറച്ചു. അങ്ങനെ കിടന്ന് മഴയും വെയിലും കാറ്റും എല്ലാം കൊണ്ട് ആ കരിയില തവിടുപൊടിയായി പോയി. ഭഗവാൻ കൃഷ്ണൻ ഈ കഥ പറഞ്ഞു നിർത്തി ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് തുടർന്നു. ഓരോ തവണ തുളസിയെയും താമരയെയും കാണുമ്പോൾ ഞാൻ ആ മണ്ണാങ്കട്ടയുടെയും കരിയിലുടെയും ആത്മത്യാഗത്തെക്കുറിച്ചോർക്കും. ഇക്കാരണം കൊണ്ടാണ് തുളസിയും താമരയും എനിക്ക് പ്രിയപ്പെട്ടതായി തീർന്നത്. ഈ കഥ വലിയൊരു പാഠമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. തന്നെ നനയ്ക്കുന്ന ഭക്തരെ ഭഗവാൻ കരുതുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യം തന്നെ. എന്നിരുന്നാലും മറ്റു സഹജീവികളോട് കാരുണ്യം ഉണർന്ന ഒരു വ്യക്തിയെ ഭഗവാൻ സദാ സ്മരിക്കുന്നു. അമ്മ പറയുന്നു, സമർപ്പണമുള്ള ഹൃദയം ഭഗവാന്റെ വാസസ്ഥാനമാണ്. അങ്ങനെയുള്ളവരെ ഭഗവാൻ ഓർക്കാതിരിക്കാൻ സാധ്യമല്ല. അങ്ങനെയുള്ളവരെ ഭഗവാന് ഓർക്കാതിരിക്കാൻ സാധ്യമല്ല. ഈശ്വരന്റെ സ്മൃതിമണ്ഡലത്തിൽ സദാ സ്ഫുരിക്കുന്നു ആ ഭക്തഹൃദയം. ഹരി ഓം നമഃ ശിവായ.